ഹായ് ഹലോ കുക്കു മിന്നുമൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊന്നും ബ്യൂട്ടി ടിപ്സോ ഒന്നുമേ പറയാനല്ല വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നലെയൊക്കെ ഏറ്റവും വലിയൊരു വേദന നമുക്ക് കിട്ടി. അതിൻ്റെ ഒരു ദുഃഖത്തിലിരിക്കുമ്പോഴാണ് നമ്മൾ ഇന്നലെ ഒരു 2-3 ദിവസമായിട്ടൊരു ന്യൂസ് കേട്ടു. പാകിസ്ഥാൻകാരൊക്കെ 48 മണിക്കൂറിനുള്ളിൽ ഇവിടുന്ന് രാജ്യം വിട്ടു പോകണമെന്ന്. അത് നമ്മുടെ നിയമം അല്ലേ? നമുക്കുണ്ടായ വേദന അതാണ്, അതിന് പകരമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ അല്ലേ, ലിമിറ്റില്ലേ? നമ്മുടെ ജനങ്ങൾ അങ്ങനെ, നമ്മുടെ ഇന്ത്യക്കാരങ്ങനെ ക്ഷമിക്കുകയും സഹിക്കുകയും അല്ലേ? അതുകൊണ്ടല്ലേ എനിക്ക് ആ ന്യൂസ് കണ്ടപ്പോൾ കോഴിക്കോടുള്ളൊരു ഹംസ എന്ന് പറഞ്ഞ ഒരു ഫാദറിൻ്റെ എനിക്ക് അത്രയും ടച്ചായ കാരണം എൻ്റെയൊക്കെ ഫാദറിൻ്റെ അത്രയും ഏജുള്ള ഒരു മനുഷ്യൻ വേദനാജനകമായ ഇൻ്റർവ്യൂ കണ്ടു. അപ്പോൾ ഓർത്തു, എങ്ങനെയെങ്കിലും ഇതൊന്ന് തടഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ ആഗ്രഹിച്ചു. ഇന്നിപ്പോൾ ഞാൻ പെട്ടെന്ന് ആ ന്യൂസ് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ ഓടി വന്നത്. ഭയങ്കര സന്തോഷം തോന്നി. ഒന്നുമല്ലെങ്കിലും നമ്മുടെ ഇന്ത്യക്കാർ, നമ്മുടെ കേരളത്തിലുള്ളവർ അല്ലെ, നമ്മുടെ ഇന്ത്യക്കാർ മറ്റുള്ളവർ കണ്ട് പഠിക്കേണ്ടതാണ്. അത് കാണുക തന്നെ വേണം അല്ലേ? നമ്മൾ ക്ഷമിക്കേണ്ടയും കാര്യത്തിലും പുറത്തു കൊടുക്കേണ്ട കാര്യങ്ങൾ പുറത്തു കൊടുക്കുക. ആ വിട്ടുവീഴ്ച മനോഭാവം അല്ലേ, അതൊത്തിരി സന്തോഷമായി. അതുപോലെ തന്നെ പെഹൽഗാമിൽ വീരമൃത്യു മരിച്ച നമ്മുടെ രാമേന്ദ്രൻ സാറിൻ്റെ മോളുടെ ധൈര്യം അല്ലേ? സത്യം പറഞ്ഞാൽ ഈ മതമൊക്കെ ഈ ഒരു പ്രശ്നം, തീവ്രവാദത്തിൻ്റെ ഈ അറ്റാക്ക് കഴിഞ്ഞ പിന്നെ അങ്ങും ഇങ്ങും മതമെന്ന് പറഞ്ഞ് അങ്ങ് പല വിഭാഗത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് തിരിയുമ്പോഴും വിഷം കുത്തി നിറയ്ക്കുമ്പോഴും ആ മോളുടെ വാക്കുകൾ എല്ലാവരുടെയും വായ അടപ്പിക്കുകയായിരുന്നു അല്ലേ? അവൾക്കാണ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. അവളുടെ ആ വാക്കുകൾ, അമ്മയും അപാരം, ആ കുട്ടിയുടെ വാക്കുകൾ പലരുടെയും വായ അടപ്പിച്ചു എന്ന് പറയാം. അങ്ങനെ വേണം നമ്മൾ പരസ്പരം സ്നേഹിച്ച് ഒത്തൊരുമിച്ച് തന്നെ കൂട്ടായി നിന്നുകൊണ്ട് തന്നെ ഇത് നേരിടണം. നമുക്കേ കഴിയൂ. നമ്മൾ ഇന്ത്യക്കാർ കഴിയും. നമ്മൾ ബ്രിട്ടീഷുകാരെ തുരുത്തി ഓടിച്ചില്ലേ? നമുക്ക് എന്തുകൊണ്ട് ഇത് കഴിഞ്ഞുകൂടാ? നമുക്ക് കഴിയും. നമ്മളെല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ വീരമൃത്യു വരിച്ചതെന്ന് ചിന്തിച്ചുകൊണ്ട്, നമ്മുടെ വീട്ടിലെ ഒരംഗത്തിനാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കൂട്ടായിട്ട് നിന്ന് ഇതിന് മുന്നേറണം. ഒന്നുമല്ലെങ്കിലും ആ കുട്ടി പറഞ്ഞ വാക്കുകൾ എത്ര നമുക്ക് വേദനയോടല്ലാതെ അത് കേൾക്കാൻ പറ്റില്ല. സ്വന്തം ഫാദർ മരിച്ചു കിടക്കുന്നതിൽ കൂടുതൽ ആ കുട്ടിക്ക് ഇനി എന്ത് ദുഃഖമാണ് ഉണ്ടാകാൻ പോകുന്നത് അല്ലേ? ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം ഉണ്ടായപ്പോഴും അവളെ ചേർത്ത് നിർത്തിയ ആൾക്കാരെ സ്വന്തം സഹോദരങ്ങളായി കാണുന്നു. ഇന്ന് അവരുടെ 2 പേരുടെ ഇൻ്റർവ്യൂ ഉണ്ട്. ഞാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ അത് ആഡ് ചെയ്തേക്കാം. നമ്മുടെ ആൾക്കാർ അവരെ പോയി കണ്ടിട്ട് അവരോട് 2 വാക്കുകൾ സംസാരിക്കുമ്പോൾ എന്ത് സന്തോഷം അല്ലേ? അതൊക്കെയാണ് വേണ്ടത്. ഇതൊക്കെയാണ് മനുഷ്യത്വം. അവർ പറയുന്നൊരു വാക്കുണ്ട്, പോകാൻ നേരം എൻ്റെ നെറ്റിയിൽ ചുംബിച്ചിട്ട് പറഞ്ഞു ഇല്ലേ, എനിക്ക് അച്ഛൻ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് 2 ആങ്ങളമാരെ കിട്ടി. അതൊക്കെയാണ് നമ്മുടെയൊക്കെ പൈതൃകമായി കിട്ടിയതായിരിക്കാം. കിട്ടിയ കുറേ നന്മകളുണ്ട് നമുക്ക് ഇല്ലേ? പിന്നെ ഈ കാശ്മീർ ആക്രമണത്തെക്കുറിച്ച് പാവങ്ങളായ കാശ്മീരിലുള്ളവർ സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരാണ്. അവരുടെ സപ്പോർട്ട് ഇപ്പം തന്നെ അവരുടെ സഞ്ചാരികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ ഒരു മനുഷ്യന് വെടിയേറ്റ് മരിച്ചില്ലേ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തൊന്നും കടക്കുന്നില്ല. അതിൽ മതത്തിൻ്റെ പങ്ക്, പാകിസ്ഥാൻ്റെ പങ്ക്, ഇതെല്ലാം നമുക്കറിയാവുന്നതേ ഉള്ളൂ. പക്ഷെങ്കിൽ എല്ലാത്തിനും ഒരു അറുതി വരട്ടെ. നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ സമയത്ത് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് വിഷച്ചിന്തകൾ, തീവ്രവാദത്തിൻ്റെയും മതത്തിൻ്റെയും വിഷങ്ങൾ കുത്തി നിറയ്ക്കാതെ എല്ലാവരും കൂട്ടായി നിന്നുകൊണ്ട് ഒന്നും ചിന്തിക്കേണ്ട. മതത്തിൻ്റെ പേര് പറഞ്ഞ് മാത്രം അറ്റാക്ക് ചെയ്തപ്പം നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. നമ്മുടെ മതസൗഹാർദ്ദം തട്ടിത്തകർത്തിട്ട് തീവ്രവാദത്തെ വളർത്താൻ വേണ്ടിയുള്ള ഒരു വഴിയാണ് നമ്മൾ ആ ഒരു ചിന്താഗതിയിലോട്ട് പോകാതെ, ആ വിഷച്ചിന്തകളിലോട്ടും മറ്റുള്ളവർ പറഞ്ഞ് കുത്തി നിറയ്ക്കുന്ന ആ ചിന്തകളിലോട്ട് പോകാതെ നമ്മളെല്ലാം ഒന്നാണെന്നും നമ്മുടെ സഹോദരങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് ഓർത്ത് നമ്മൾ കൂട്ടത്തോടെ നിന്നുകൊണ്ട് ഈ തീവ്രവാദത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. എനിക്കിന്ന് ഈ 2 ന്യൂസും കണ്ടപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ?
എന്തെന്ന് വന്നാലും മരിച്ചവരുടെ ദുഃഖം വലിയ ദുഃഖം തന്നെയാണ്. പിന്നെ മേജർ രവി സാറിൻ്റെ വാക്കുകൾ, അതുപോലെ തന്നെ ആ രാമേന്ദ്ര സാറിൻ്റെ മോളുടെ വാക്കുകൾ, ഇതൊക്കെ ഉണ്ടല്ലോ മനുഷ്യ മനസാക്ഷികളെ ഒന്ന് ചിന്തിപ്പിക്കാൻ, പുറകോട്ടൊന്ന് ചിന്തിക്കാൻ ഒരു സെക്കൻഡെങ്കിലും കഴിഞ്ഞുവെങ്കിൽ അവർക്കാണ് നമ്മൾ സല്യൂട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ ചില പരിമിതികളുണ്ട്. എന്നിരുന്നാലും പറയാതെ നിവൃത്തിയില്ല. 24-ലെ ഹാഷിം എന്ന് പറഞ്ഞ ആ ബ്രദർ, അദ്ദേഹത്തിൻ്റെ വാക്കുകളും പണ്ടാരോ പറയുന്നുണ്ട്, ഓരോ സ്പീച്ചിനും മനുഷ്യനെ മനസ്സിനെ പിടിച്ചു കുലുക്കാനുള്ള ഒരു മാന്ത്രിക ശക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിലിറങ്ങിയതാണ്. ഈ മൂന്ന് പേരെയാണ് എടുത്തു പറയേണ്ടത്. 24 ന്യൂസിലെ ഹാഷിം എന്ന് പറഞ്ഞയാളും, നമ്മുടെ മേജർ രവി സാറ്, പിന്നെ ഒന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സ്വന്തം ഫാദർ മരിച്ചിട്ടും ചങ്കുറപ്പോടെ നിന്നിട്ട് ജനങ്ങളോട് 2 വാക്ക് പറയാൻ കാണിച്ച ആ ധൈര്യം, ആ വാക്കുകൾ എത്രയോ ഒരു കുളിർ മഴ പോലെ എല്ലാവരുടെ മനസ്സ് തിങ്ങി ഇങ്ങനെ എന്ത് ചെയ്യണം, അല്ലെ മതത്തെ പറയണോ, അല്ലെങ്കിൽ ആൾക്കാരെ പറയണോ, അല്ലെ രാജ്യത്തെ പറയണോ, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഇങ്ങനെ ഒരു പ്രക്ഷോഭണ മനസ്സിലിങ്ങനെ പരസ്പരം ചെളിവാരി എറിയുന്ന സമയത്ത് ആ കുട്ടിയുടെ 2 വാക്കുകൾ അതെല്ലാ മനുഷ്യരെയും പുറകോട്ട് ചിന്തിപ്പിക്കാൻ കഴിഞ്ഞു. ഈ അവസരത്തിൽ ഇവർക്ക് 3 പേർക്കും എൻ്റെ ഒരു വലിയൊരു സല്യൂട്ടുണ്ട്. അയ്യോ, അവരുടെ ആ വാക്കുകളുണ്ടല്ലോ, വാളിനെക്കാട്ടിലും വെടിയുണ്ടകളെക്കാളിലും മൂർച്ചയുണ്ട് അവരുടെ വാക്കുകൾക്ക്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് ഇന്ന് ഈ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ ഇത് സന്തോഷം കൊണ്ട് ഓടി വന്ന് ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചതാണ്. ഓക്കെ, ബൈ. വേറൊരു ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ. ഇന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചൊരു സ്ഥലത്താണ് മനുഷ്യരക്തത്തിന് നടുവിൽ ഒരു പെൺകുട്ടി അനാഥം എന്ന വാക്കിന്റെ പ്രതീകം കണക്കെ പ്രിയപ്പെട്ടവര് ചാരെ മൗനമായിരിക്കുന്ന ഒരു ചിത്രം ഒരിക്കൽ കൂടി ഒന്ന് കാണാനാവില്ല. ആ നിശബ്ദ വേദനയ്ക്ക് എന്തൊരാഴമാണ്. ആ കൈകളിൽ കിടക്കുന്ന ചുവന്ന കുപ്പിവളകൾ മിണ്ടാതെ പറയുന്നുണ്ട്, 6 നാൾ മാത്രം നീണ്ടൊരു മധുവിധ മധുരം. ആർത്തുകരയാൻ പോലും പാങ്ങില്ലാത്ത പകപ്പിൽ ആ ഇരിപ്പിൽ നിശബ്ദം നിസ്സഹായം ഇടനെഞ്ചിലൂടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് വിഷം തേച്ച ഇരുമ്പാണികൾ അറഞ്ഞു കയറ്റും പോലെ കൊത്തിവലിക്കുന്നുണ്ട് ആഘാത വേദന. ഈ രാജ്യത്തിന്റെ കൊക്കിന് ജീവനുള്ള കാലത്തോളം മറക്കാവതാണോ? വൈധവ്യങ്ങൾ, പുത്രദുഃഖങ്ങൾ, അനാഥരായ മക്കൾ, ആ 29 പേരുടെ ജീവത്യാഗത്തിന് കാരണക്കാരായ ചെകുത്താന്റെ മക്കൾക്ക് സ്വപ്നത്തിൽ പോലും മാപ്പ് എന്ന വാക്ക് മിണ്ടാവതാണോ, പൊറുക്കാവതാണോ? അന്ന് പത്താൻകോട്ടിൽ, പുൽവാമയിൽ, ഉറിയിൽ, അമർനാഥിൽ, റിയാസിയിലൊക്കെ കുരുതുകൾക്ക് ശേഷം പറഞ്ഞ പോലെ അടിച്ചുവെച്ച മട്ടിലാണ് റെഡിമെയ്ഡ് പ്രതികരണം. ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ് പാകിസ്ഥാന്റെ പറച്ചിൽ, വെറും വ്യാജ വർത്താനം. എന്നിട്ട് അലങ്കാരം പോലെ അയൽ രാജ്യത്തിന് അനുശോചനം. ആർക്ക് വേണമടോ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന്. നിങ്ങളുടെ ആത്മാർത്ഥതയില്ലാത്ത വെറും വാക്ക് മിസ്റ്റർ ഷഹബാസ് ഷരീഫ് അഥവാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. സൈന്യത്തോട് നേർക്കുനേർ നിൽക്കാൻ ധൈര്യമില്ലാത്ത പേടിത്തൂറികൾ, തോക്കെടുത്ത് നിരായുധരായ സാധാരണക്കാരെ കൊന്നൊടുക്കിയതിന് സൂത്രധാരൻ സൈഫുള്ള കസൂരി ഹാഫിസ് സയ്യിദിന്റെ വലം കൈയാണെങ്കിൽ ഇന്ത്യ വിരോധം കൊണ്ട് പിഴച്ചു പൊളിച്ചു. അവര് 2 പേരും എന്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡന്റിഫിക്കേഷനും രാത്രി 3 മണി വരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു. അപ്പൊ ഇപ്പൊ ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ ഹോട്ടലിൽ പോയി രാവിലെ 6 മണിക്ക് തിരിച്ചു വന്നു. അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന്. ഞാൻ പറയുകയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്നാ ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ പറഞ്ഞ അല്ല അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു. ഞങ്ങൾ അവിടെ ഒരു 210 എങ്ങാനും എത്തിക്കാണും. ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി നമ്മൾ ഒരു ഭാഗം എൻട്രൻസിൽ നിന്നാണ് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറുക. പിന്നെ അവിടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം, കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ അവർ ഈ